മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജയിലിൽ പോയി വന്ന കരുണ ആകെ ആശ്രയം നഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് കരുണയ്ക്ക് അറിയണില്ല. പക്ഷേ കരുണയുടെ ആ ഒരു ദുഷിച്ച സ്വഭാവമാണെങ്കിൽ മാറ്റാനൊട്ട് തയ്യാറില്ല താനും. അങ്ങനെ വന്ന് റൂമിൽ വിഷമത്തോടു കൂടി ഇരിക്കുകയായിരിക്കും കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി വന്ന് ചോദിക്കുക, എന്താ മോളെ പ്രതാപനെ കണ്ടോ എന്ന് ചോദിക്കുക. ആ കണ്ടു. ഇനി അങ്ങേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങേര് വേണ്ടതെല്ലാം ചെയ്തു വെച്ചല്ലോ. ഇനി ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് തന്നെ എനിക്കറിയില്ല. അത്രയും വിഷമത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ, മോളെ ഞാനൊരു ഐഡിയ പറയാം, മോൾ അതുപോലെ ചെയ്യ്. ഏതായാലും ദുർഗയൊക്കെ കണ്ടോ, മഹാലക്ഷ്മി ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ കണ്ണനെയൊക്കെ. അതുകൊണ്ട് അവൾക്ക് വല്ല പ്രശ്നമുണ്ടോ? എൻ്റെ മോളൊരു അഭിനയിക്ക്, അവളോട് ഭയങ്കര സ്നേഹമാണെന്ന് അഭിനയിക്ക്. അതേ ഇനി നടക്കുമോ? അല്ലാതെ ഇനി അവരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നശിച്ചേ പോകുള്ളൂ. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ്, മോള് തിരിച്ച് അവിടെ പോയിട്ട് അവളെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ. തക്ക സമയം കിട്ടുമ്പോൾ അവളെ നീ ഇല്ലാതാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് കരുണ അത് ശരിയാണെന്ന് തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് കരുണ തിരിച്ച് പോവാൻ, അതേസമയം മഞ്ജു വരികയാണ് കേട്ടോ. എല്ലാം അറിഞ്ഞിട്ടാണ് മഞ്ജു വരുന്നത്. പിന്നീട് വന്നതും തന്നെ അമ്മയുടെ അടുത്ത് ദുർഗയുടെ അടുത്ത് തട്ടിക്കയറുകയാണ് കേട്ടോ. അതിനുശേഷം എവിടെ അവൻ എന്ന് ചോദിച്ചിട്ട് ഉണ്ണി കിടക്കണ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഉണ്ണിയുടെ അടുത്ത് പോയതും മഞ്ജുവിനാകെ സമനില തെറ്റുകയാണ് കേട്ടോ. നീ എൻ്റെ ഏട്ടനെ കൊല്ലാൻ നോക്കിയില്ലടാ എന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ കുത്തി പൊടിക്കുകയാണ് കേട്ടോ. ശ്വാസം മുട്ടിയിട്ട് ഉണ്ണിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും അനങ്ങാനും പറ്റില്ല. ഞാനൊന്നും ചെയ്തില്ല, നീ എന്നെ വിടടി എന്ന് പറയും. നീ ഒന്നും ചെയ്തില്ലടാ, നീ എൻ്റെ ഏട്ടനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചില്ല, നീ ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മഞ്ജു അങ്ങനെ ഉണ്ണിയെ കയറി പിടിച്ചിട്ട് ശ്വാസം മുട്ടണ പോലെ ചെയ്യണം കേട്ടോ. ഉണ്ണി ഒന്നും മിണ്ടണില്ല കേട്ടോ. ദുർഗ വന്നിട്ട് മഞ്ജുവിനെ വിടിവിക്കണം. നിങ്ങൾ ഒരുപാട് അഭിനയിക്കേണ്ട, നിങ്ങളും കൂടി ചേർന്നിട്ടാണ് തോന്നുന്നു എൻ്റെ ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് ദുർഗയോട് ഇങ്ങനെ വഴക്കിടുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അവൾ ഈ വീട്ടിലേക്ക് കയറി പോകാൻ പാടില്ല, അവൾ കയറി പറഞ്ഞാൽ ചൂലെടുത്തിട്ട് അടിച്ചിറക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതേപോലെ തന്നെ മഞ്ജു നന്നായി പറയുന്നുണ്ട് ദുർഗയായിട്ട്. ആ സമയത്തായിരിക്കും കരുണ അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഭയങ്കര പേടിച്ചിട്ടാണ് കരുണ അങ്ങോട്ടേക്ക് വരുന്നത്. കരുണയെ കണ്ടതും തന്നെ മഞ്ജു അങ്ങനെ ഭ്രാന്തിയെ പോലെ കലി തുള്ളിയിട്ട് പോവുകയാണ് കേട്ടോ. കരുണയെ അകത്തേക്ക് കയറാൻ വിടണില്ല, ഇറങ്ങിപ്പോടി എന്ന് പറയുന്നത്. ദുർഗയും വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങോട്ട് നീ കയറി പോകണ്ട, നീ ഒന്നും വേണ്ട പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ, നീ ഇങ്ങോട്ട് കയറണോ കയറണ്ടേ എന്നുള്ളത് ആലോചിച്ചിട്ട് മതി, കയറിയാൽ മതി എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം നമ്മുടെ കരുണ ഭയങ്കര അഭിനയത്തിലാണ് കേട്ടോ. ഇനി ഒരിക്കലും കരുണ വേറൊരു സ്വഭാവമില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ കരുണയെ കയറ്റാതെ നിൽക്കുമ്പോൾ കരുണ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ കണ്ണൻ വരുന്നത് കേട്ടോ. കണ്ണൻ വന്നിട്ട് പറയും, കയറാൻ പറയണം. മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ എത്ര പഠിച്ചാലും അറിയില്ല, ഇവരൊക്കെ വെറും ചതിക്കണവരാണ്, ഇവർ ഏത് നിമിഷം എന്തും ചെയ്യും, ആ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ദുർഗയും കരുണയും മഞ്ജു അടിച്ച് ആക്ഷേപിക്കുകയാണ്. പക്ഷേ കണ്ണൻ്റെ സ്വഭാവം അറിയാലോ. കണ്ണൻ പറയും, ആ സാരമില്ലടി പോട്ടെ, ഈ ഒരു തവണയും കൂടി നമുക്ക് ക്ഷമിക്കാം എന്ന് പറഞ്ഞിട്ട് കരുണയകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ. കരുണയുടെ നന്മമരം അങ്ങനെ പൊളിഞ്ഞ് വീഴും. കരുണ എന്തായാലും കരുണയാണല്ലോ. കരുണയില്ലാത്ത കരുണ ഇനി അടുത്ത പരിപാടികൾക്ക് ഓരോ തുടക്കം കുറിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം നമുക്ക് എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.